നമ്മൾ വണ്ടിയിൽ കയറി മഹീന്ദ്രയുടെ സ്കോർപിയോ എക്സ്റ്റൻഡോ. എല്ലാരും ഡ്രസ് എടുത്തു. ഡിസിഗ്നേഷൻ കൊയിലാളി ഡിസിഗ്നേഷൻ. എല്ലാവരും ഷിയ ഫ്രോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രസ് എടുക്കാൻ വന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഇപ്പോൾ നമ്മൾ മോൾട്ടത്തിന് എടുക്കാൻ പോവാണ്. ഒറ്റപ്പാലത്ത് മോൾട്ടത്തിന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകും. സ്വന്തം പ്രശ്നത്താട്ടെ. അങ്ങനെ നമ്മൾ താത്താനെ ലാസ്റ്റ് ആയിട്ട് എടുക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. അതെ, ഇനി നിർത്തിയതാ പറഞ്ഞത്. കോളേജ് നിർത്തി. ഇനി എടുക്കാൻ വരുന്നതൊക്കെ മാപ്പിളായിരിക്കും. അതെ, അവസാനം ആദ്യമായിട്ട് അവസാനമായിട്ടോ ഇച്ച. കാസർഗോഡ് ഇച്ച, അല്ലെങ്കിൽ അണ്ണൻ. കോയമ്പത്തൂർ അണ്ണായി. ഹലോ ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തി. നാളെ രാവിലെ 11 മണിക്ക് അരീക്കുത്തുണ്ട് താത്താടെ. അതിന് നമ്മൾ ആണുങ്ങളുടെ ആവശ്യമില്ല. അരീക്കുത്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിക്കാണ് രംഗോളി അല്ലേ? ഇത് ജുമയിലെ താത്ത നമ്മളെ സ്വന്തം അതിഥിയാണ്. ഒരു ഹായ് പറയും. യൂട്യൂബിലാണ് ചിരിക്കണം. അപ്പൊ രംഗോളി സെറ്റ്. വെള്ള കുർത്തയും വെള്ള പാൻറ്റും അല്ലേ? നമ്മള് എല്ലാരും എടുത്തിട്ടുണ്ട്. നമ്മളെ രംഗോളിയുടെ ഇത് സ്റ്റേജ് പോവാണ്. ഇന്നലെ കാണാൻ വേണ്ടി താത്താന്റെ ശരിക്കും കിട്ടിയിട്ടില്ല. ഗായ്സ്, മുച്ചന്റെ വീട് ഉഷാറായിട്ടുണ്ട് ഗായ്സ്. പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഉള്ളില്. മുച്ചയുടെ സ്വന്തം വീട്. മുച്ചന്റെ ഡാഡി. നമ്മുടെ സ്റ്റേജ് അങ്ങനെ റെഡിയായി. ഇതിനുള്ളത് ഏത് രംഗോളിക്കുള്ളത്. ഞാനരിയും കുലലുകൾ. എന്താണ് കുരലുകൾ. ഞാനരിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച. നീ അരിയും കുരലും ചങ്കും എല്ലാവരുടെയും പൊന്മകനെ. ഞാൻ എമ്പിയ ചാറും ജലവും മധുവല്ലേ പൊന്നച്ച. നീ മോന്തിയ മധു നിഞ്ചോര ചുടുചോര പൊന്മകനെ. പ്ലാൻ മാറ്റി ഗൈസ്. നമ്മളെ എന്താണ് അരീക്കുത്ത് ടർഫിലും രംഗോളി മണ്ഡപത്തിൽ വെക്കി. അപ്പൊ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളെ രാവിലെ എപ്പോഴാ 10 മണിക്കായിട്ട് എണീക്കേണ്ടി വരുമായിരിക്കും. മറ്റേ അരീക്കുത്താണ് രാവിലെ, വൈകുന്നേരം രംഗോളിയാണ്. അപ്പൊ